ഗൈസ് ഇന്ന് ചെറിയ ഒരു എൻ്റെ പീരീഡ്സ് ടൈമിലെ ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് അങ്ങനെ എല്ലാ മാസമൊന്നും വേദന അങ്ങനെ വരാറൊന്നുമില്ല. ബട്ട് ഈ മന്ത് കുറച്ച് ടാസ്ക് ആയിരുന്നു എനിക്ക്. അപ്പോൾ രാവിലെ എണീറ്റുണ്ടെങ്കിൽ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പല്ല് തേക്കുന്നുണ്ട് നിങ്ങളെ അറിയിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. അങ്ങനെ അതിനുശേഷം രാവിലെ മുഖത്ത് നല്ല ഐസും വെള്ളം കൊള്ളുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് കൈ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഐസ് ഡയറക്റ്റായിട്ട് എൻ്റെ മുഖത്ത് വെക്കാറില്ല. ഞാനിങ്ങനെ ഐസ് വെള്ളത്തിലിട്ട് അങ്ങനെയാണ് മുഖം മുക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നിങ്ങളൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ പറയണം കേട്ടോ. നല്ലൊരു ഫീലാണ്, രാവിലെ നല്ല റിഫ്രഷിങ് ഫീൽ കിട്ടും. അങ്ങനെ അതിന് ശേഷം ചപ്പാത്തിയും ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ആയിട്ടായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സിൻ്റെ പെയിൻ നല്ല വൃത്തി കൂടി. പിന്നെ ഞാനൊരു വീഡിയോയും എടുത്തില്ല. ഇത് ഉച്ച സമയമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആഹാരമൊന്നും കഴിക്കാൻ ഈ പീരീഡ്സ് ടൈമിൽ അധികം തോന്നാറില്ല. കൂടുതൽ എനിക്കുണ്ടല്ലോ ഈ ടൈമിൽ തണുത്ത എന്തെങ്കിലും കഴിക്കാനാണ് ഗൈസ് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള ക്രേസ് ഉണ്ടെങ്കിൽ പറഞ്ഞേ. എനിക്ക് തണുത്ത ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പീരീഡ്സ് ടൈമിൽ. ഈ ചോറും അങ്ങനെ മീൻകറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ എനിക്ക് അത്ര തോന്നാറില്ല എനിക്ക് ഈ പീരീഡ്സ് ടൈമിൽ. അങ്ങനെ അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എണീറ്റത്. അതുവരെ ഞാൻ ഫുള്ള് കടപ്പിലായിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാര്യം അത്ര പെയിൻ ആയിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും നോക്കിയായത്. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണിച്ചിരുന്നില്ല ഞാൻ ഉണ്ടാക്കിയ ഹെയർ ഓയിൽ. അപ്പോൾ ഞാൻ അത് തലയ്ക്കകത്തേക്ക് നല്ല തേച്ച് പിടിപ്പിച്ച് ഞാൻ ആഴ്ച 2 ദിവസമാണ് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം തേച്ച് പിടിപ്പിച്ചൊരു 2-3 മണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ഞാൻ കുളി പാസ്സാക്കുക. എനിക്ക് തോന്നുന്നു അത് ഓവർനൈറ്റ് വെച്ച് നമ്മൾ ഉറങ്ങിയിട്ട് പിറ്റുന്ന വാശിയത് അത്രയും നല്ല കേട്ടോ. പക്ഷേ എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് സുന്ദരക്കൊട്ടി ചെയ്താണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടി. ഞാനിപ്പോൾ ഈയിടെയായിട്ട് യൂസ് ചെയ്യുന്ന അൺട്രാംസിൻ്റെ ഒരു റോളാണിത്. ഇതൊരു നിവ്യയുടെ ആണ്, പേൾ ആൻഡ് ബ്യൂട്ടി. ഞാനത് സത്യം പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എന്തോ വാങ്ങിയതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വുമൻസിനും ഗേൾസിനൊക്കെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത് PSFിൻ്റെ പാഡാണ്. ഇതിന് XXL XL ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് സ്മോൾ ആയിട്ടുള്ളതാണ്. ഇത് കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പീരീഡ്സ് കഴിഞ്ഞ് 5-6 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ബ്ലീഡിങ്ങേ കാണത്തുള്ളൂ. ആ ടൈമിൽ ഈ ഒരു പാഡ് മസ്റ്റായിട്ട് നൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഓവറായിട്ട് ബ്ലീഡിങ് ഇല്ലല്ലോ. അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ടുള്ളവർക്ക് പറ്റിയ മസ്റ്റ് ഒരു പാഡാണ്. ഞാനിപ്പോൾ കറന്റ് ഇത് യൂസ് ചെയ്തപ്പോൾ ഇതിന് നല്ലൊരു ബിഗ് ഫാനായി മാറി സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പാഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പീരീഡ്സ് ടൈമിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.